ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നതാണ്. ഫിഷ് ഇവിടെ അമ്മ ഓൾറെഡി മസാല തേച്ച് വെച്ചു. അത് നോർമൽ നമ്മൾ മീൻ വറുക്കുമ്പോൾ തേക്കുമല്ലോ, ആ മസാല തന്നെയാണ് ഇവിടെ ഇങ്ങനെ മീനി. അപ്പോൾ ആ മസാല തന്നെയാണ് അത് വറുക്കാനിട്ടു കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വറക്കണോ? അതിൻ്റെ ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. ചെറിയ കരിമീൻ കേട്ടോ, വലുതൊന്നുമല്ല, ചെറുതാണ്. ചെറുതൊരു 5 എണ്ണം. അപ്പോൾ അത് നമുക്ക് വാഴയിലയിൽ പൊള്ളിക്കാം. ചെറിയൊരു തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് തോന്നുന്നു ആ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, പുളി ചേർക്കുന്നുണ്ട് കേട്ടോ. പുളി ചേർത്തിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്, എപ്പോഴൊക്കെ ഇഷ്ടമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കരിമീൻ മാത്രമല്ല, അയില പൊള്ളിച്ചിട്ടുണ്ട്, വലിയ അയില കിട്ടിയപ്പോൾ ഒക്കെ. അപ്പം അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, മോട്ടർ നടന്നായിരുന്നു, അപ്പം അത് ഓഫ് ചെയ്തു. അത് ഓഫ് ചെയ്തു. അപ്പം അമ്മ ഓൾറെഡി ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മസാല ഉണ്ടാക്കാനാണ് കേട്ടോ. മറ്റേ ഫിഷിന് തേക്കാനുള്ള മസാല ഒക്കെ അമ്മ ഓൾറെഡി നോർമൽ നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാക്കാറ് അത് തന്നെയാണ് പുരട്ടിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആ ഫിഷ് ഒന്ന് ആയി വരുന്ന സമയം കൊണ്ട് നമ്മൾ സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറി ഒന്ന് കഴിച്ച് നോക്കുമായിരുന്നു, നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഈ ഒരു പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് പുളി പിഴിയാം. ഞാൻ പുളി പിഴിയാമെന്നാണ് വിചാരിക്കുന്നത്, തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതായിരിക്കണോ നമുക്കിത് മാറ്റിയിട്ട് അതിൽ ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു സെയിം ഓയിലിൽ തന്നെയാണ് ഉള്ളി വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ തീയൊന്നും ഓഫ് ചെയ്യാൻ നിന്നില്ല, ആ സെയിം എണ്ണയിലോട്ട് തന്നെ ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഓഫ്കോഴ്സ് എല്ലാവരും ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഓയിൽ കുറച്ച് കുറവുള്ള പോലെ തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഇത് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വാഴയില വേണമല്ലോ, അപ്പോൾ ഞാൻ വാഴയില മുറിക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്നിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിത് ഉണ്ടായിരുന്നത് കൊണ്ട് ഇട്ട് കൊടുത്തു. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി എപ്പോഴും അടച്ചു വെച്ചിട്ട് കഴിക്കണം നല്ലത്. അപ്പോൾ ആ സമയം കൂടി ഞാൻ ഹാളിലൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ കീനു ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ എന്തോ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള 2 എണ്ണം അവിടെ ഇരുന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മസാലാസൊക്കെ ഇട്ട് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ പെപ്പർ പൗഡർ, പിന്നെന്താ ഗരം മസാല, ഇതൊക്കെയാണ് മസാല പൗഡറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒരു സ്മെല്ലൊക്കെ പോണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഒരു മസാല ഒന്ന് ലൂസായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ആ ഒരു പുളിയുടെ ആ ഒരു പച്ച സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ മസാല നമ്മൾക്ക് എത്രത്തോളം കറി ലൂസാവണം, കറിയല്ല മസാല ലൂസാവണം, അതിനനുസരിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ഭാഗമായപ്പോൾ പിന്നെ ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ പിന്നെ അമ്മ പിന്നെ വാഴയില വഴറ്റാൻ വേണ്ടിയിട്ട് നോക്കുകയായിരുന്നു.
പിന്നെ സംഭവം സിമ്പിളാണ്. വഴറ്റിയ വാഴയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ആദ്യം ഒന്ന് എല്ലാ ഭാഗത്തും കുറച്ച് സ്പ്രെഡ് ആവുന്നത്. ഞാനിപ്പോൾ 5 കരിമീനാണ് ഉണ്ടായിരുന്നത്, അതും ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിലാണ് വെച്ചിട്ടുള്ളത്. വലുതൊക്കെ ആകുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോ ഇലയിലൊക്കെ വെച്ചിട്ട് പൊള്ളിക്കാം കേട്ടോ. ഞാനത് കുഞ്ഞേതായതുകൊണ്ട് എല്ലാം കൂടെ ഒരൊറ്റ വാഴയിലയിലാണ് പൊള്ളിച്ചെടുത്തത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മസാല ഇട്ടു, പിന്നെ മീൻ വെച്ചു, പിന്നെയും മസാല വെച്ചു, പിന്നെ പച്ചമുളകും തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് വെച്ചു, പിന്നെ 2 കരിവേപ്പിലയും കൂടെ വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുകയാണ് വേണ്ടത്, നന്നായിട്ട് തന്നെ കെട്ടിയെടുക്കണം. അപ്പോൾ ഇവിടെ അമ്മയാണ് വാഴയില കെട്ടുന്നത്. നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കെട്ടണം കേട്ടോ, അഴിഞ്ഞു പോകാനൊന്നും പാടില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്തു. നമ്മൾ നേരത്തെ ഈ മസാല ഉണ്ടാക്കിയിട്ടില്ല, സെയിം ഫ്രൈ പാൻ തന്നെയാണ്. അതിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കെട്ടിയ ഇത് അതിൽ വെക്കുക, എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു സൈഡ് കുറച്ച് നേരം വെന്തതിന് ശേഷം നമ്മൾ ആ മസാല അടിയിലിട്ടില്ലേ, ആ ഒരു ഭാഗം അധികം വെക്കണം കേട്ടോ, കാരണം അധികം കട്ടിയില്ലാത്ത ഭാഗമല്ലേ. അപ്പോൾ മറ്റേ ഭാഗം നന്നായിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കുന്ന പാർട്ടാണ് കേട്ടോ ഇത്. ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇത് തുറക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഓയിലുള്ള പോലൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഉണ്ടാവും, കാരണം മസാലയിലും മീൻ വറക്കുമ്പോഴും പിന്നെ നമ്മൾ ഇത് പൊള്ളിക്കുമ്പോഴും നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഫ്രൈ പാനിൽ. അപ്പോൾ ഇതാണ് തുറക്കുമ്പോഴുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത്. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് പൊള്ളിച്ചതിന് ശേഷം നമ്മൾ അധികം നേരം വയ്ക്കുകയൊന്നും ചെയ്തില്ല, പെട്ടെന്ന് തന്നെ എടുത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഓരോ സൈഡിൽ നിന്നും അങ്ങോട്ട് നുള്ളി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചൂട് കാരണം കൊണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ പിന്നെ നുള്ളി എടുത്തു, ടേസ്റ്റ് നോക്കി. ആ ഒരു മീനിൻ്റെ ആ ഒരു ഫ്ലഷും പിന്നെ മസാലയും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് മോരുകറി ആയിരുന്നു ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് രണ്ടും കൂടെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതേപോലെ പൊള്ളിച്ചിട്ട് കഴിക്കാത്തവർ എന്തായാലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.